ശ്രീ എം വിൻസെന്റ്. സാറി, ചോദ്യങ്ങൾക്ക് സമയം നിശ്ചയിക്കുമ്പോൾ ഉത്തരം ശരി, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 40 നിങ്ങളിത് പ്രസംഗമല്ല, അങ്ങനെ ഡിമാൻഡ് ഡിസ്കസ് ചെയ്തോന്ന്. യെസ്, കം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉത്തരങ്ങൾക്ക് കൂടി ഒരു സമയം നിശ്ചയിക്കുന്നത് നന്നായിരിക്കും ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ചോദ്യമാണോ ഉത്തരമാണ് ഏറ്റവും കൂടുതൽ FRBM ആക്ട് പ്രകാരം സ്റ്റേറ്റുകൾക്ക് അവരുടെ സഞ്ചിത കടം GSDPയുടെ 29% ലിമിറ്റ് ചെയ്യണമെന്നാണ്. സർ, ഈ വർഷത്തെ ബഡ്ജറ്റിൻ ബ്രീഫിലും അത് 33.77%. ഇവിടെ 2 ഗവൺമെൻറ്റുകളുടെ കാലത്തും ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും ആ ലിമിറ്റ് എക്സീഡ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. UDFൻ്റെ 5 വർഷക്കാലം 29% നിലനിർത്താൻ അന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ 29% കവിഞ്ഞു പോകുന്ന ഏക സ്റ്റേറ്റ് ഇതാണ്. സർ, ഇത് നമ്മുടെ ഫിസ്ക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടില്ലേ? ആ ഫിസ്ക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ 29% നിലനിർത്താനും എന്തെല്ലാം നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? സർ, സാമ്പത്തിക രംഗത്ത് നമ്മുടെ കടം വർദ്ധിച്ചു വരികയല്ല, കുറഞ്ഞു വരിക എന്നുള്ള കണക്കുകൾ നേരത്തെ പറഞ്ഞാൽ സർ, നമ്മുടെ ആകെയുള്ള കടത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിപ്പോൾ ടോട്ടൽ ഡെറ്റ് സർ, നമുക്ക് ഈ ഇവർ പറയുന്ന കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വന്നത് സാർ 38% കോവിഡ് സമയത്ത് വന്നിരുന്നു സാർ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വന്നാണ് 38.47. അവിടുന്ന് 36 35 34.2 താഴോട്ട് വരികയാണ്. ഈ കഴിഞ്ഞ 3 വർഷവും കോവിഡിൻ്റെ വളരെ ഉയർച്ചയിലേക്ക് പോയിട്ട് അവിടുന്ന് ടോട്ടൽ ഡെറ്റ് താഴോട്ട് വന്നു എന്നുള്ളത് നമ്മുടെ കണക്കുകളിലെല്ലാം വന്നതാണ്. അതിനെ സംബന്ധിച്ചും നമ്മുടെ ഡെറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് നല്ലപോലെ ഇടപെടുന്നുണ്ടെന്നുള്ളത് ഇതുപോലെ രേഖ വന്നിട്ടുണ്ട് സാർ.